അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന പാഠത്തിലെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന പാഠത്തിലെ എത്രാമത്തെ സെക്ഷൻ? മൂന്നാമത്തെ സെക്ഷൻ, 2 sides. അതിലെ മൂന്നാമത്തെ എക്സസൈസ് നമ്പർ 28. അതില് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ട് പറയണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഒന്നുകൂടെ പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്രീൻ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ പാരലൽ ആൻഡ് ഓഫ് ദി സെയിം ലെങ്ത്. ഈ പടത്തിൽ വരച്ചു വെച്ചിരിക്കുന്ന ഗ്രീൻ ലൈനുകൾ ഏതൊക്കെയാ? ഗ്രീൻ ലൈനുകൾ എ സിയും ഡി ഇയും. ഇവരെ രണ്ടുപേരെയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ എന്ത് കളർ കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്? ഗ്രീൻ കളർ, പച്ച കളർ കൊണ്ട് വരച്ചു വെച്ചിരിക്കുന്നത്. അവരെങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? അവര് പാരലലാണ്, സമാന്തരമാണ്, കൂടാതെ അവര് ഈക്വലും ആണ്. അടുത്തത് പിന്നെ വൺ ഈസ് ഡ്രോൺ ഫ്രം ദി എൻഡ് ഓഫ് ദി ഹൊറിസോണ്ടൽ ബ്ലൂ ലൈൻ ആൻഡ് ദി അതർ ഈസ് ഡ്രോൺ ഫ്രം ദി മിഡ് പോയിന്റ് ഓഫ് ദി ബ്ലൂ ലൈൻ. നോക്കാം, താഴെ ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, ഒരു നീല വരയുണ്ട്. ആ വരയുടെ പേര് AD എന്നാണ്. ആരാണ്? AD. ആ AD എന്ന് പറയുന്ന ലൈനിന്റെ ഒരറ്റമായ എയിൽ നിന്നാണ് ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നത്. അതിന്റെ മിഡ് പോയിന്റായ മധ്യബിന്ദുവായ ബിയിൽ നിന്നാണ് അടുത്ത ഗ്രീൻ ലൈൻ എന്ത് ചെയ്തിരിക്കുന്നത്? വരച്ചിരിക്കുന്നത്. ഇനി ഒന്നാമത് എന്തുവരും തെളിയിക്കേണ്ടത്? ആർ ദ ലെങ്ത് ഓഫ് ദി റെഡ് ലൈൻസ് ഇൻ ദ പിക്ചർ ഈക്വൽ വൈ. ഈ പടത്തിൽ 2 റെഡ് ലൈനുകൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാ? BCയും DEയും. BCയും ഇവര് രണ്ടുപേരും ഈക്വൽ ലെങ്ത് ആണോ എന്നായിരുന്നു ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അത് ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്തായിരുന്നു. ശരിയാണോ? അല്ലയോ? ആണ്. ഇന്ന് എന്താണ് അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ? ആർ ദി റെഡ് ലൈൻസ് പാരലൽ. ഈ പടത്തിലുള്ള റെഡ് ലൈനുകൾ എങ്ങനെയുള്ളവരാണോ എന്ന്, പാരലൽ ലൈൻസ് ആണോ? ഒന്നുമില്ല, നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെയാണ് ഉത്തരം എഴുതുന്നത്. പേനൊക്കെ താത്തുവെച്ച് കൊണ്ട് നോക്കിയിരിക്കാം. ഈ പടത്തിൽ 2 ട്രയാങ്കിളുകൾ ഉണ്ടായിരുന്നല്ലോ, ഇല്ലയോ? എന്തൊക്കെ അവരുടെ പേരെന്ന് പറഞ്ഞാട്ടെ. ഒരെണ്ണത്തിന്റെ പേര് ABC, രണ്ടാമത്തെ പേര് BDE. ഇവരെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എഴുതി? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന ആൻസർ വെച്ചാൽ മതി. ഫസ്റ്റ് പാർട്ടിൽ എഴുതിയ കാര്യങ്ങൾ AC പാരലൽ, AC സമാന്തരം, BE എന്ന് എഴുതി വെച്ചു. പിന്നെ AC ഈക്വൽ BE എന്ന് എഴുതി. പിന്നെ AB ഈസ് ഈക്വൽ ടു BD അല്ലേ? AB ഈസ് ഈക്വൽ ടു BD അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നു. AB ഈസ് ഈക്വൽ ടു BD എന്നല്ല എഴുതിയിരിക്കുന്നേ. ADയുടെ മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ് B. അങ്ങനാണെങ്കിൽ AB ഈക്വൽ എന്താണ്? BD. അപ്പോ AC BEയോട് ഈക്വൽ ആണ്. AB BDയോട് ഈക്വൽ ആണ്. പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ? BC ഈക്വൽ അങ്ങനാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മൂന്നാമത്തെ സൈഡായ BCയും ഈ മൂന്നാമത്തെ സൈഡായ DEയും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്രയും കാര്യം എഴുതി വെച്ചെന്നത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി ഞാൻ ഇത് വെച്ചൊരു കാര്യം പറയാം. നിങ്ങൾ ശരിയാണെങ്കിൽ ശരിയാന്ന് പറയണം, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അപ്പൊ ഈ 2 ട്രയാങ്കിളുകൾ എങ്ങനെയുള്ള ട്രയാങ്കിളാ? ഈക്വൽ ട്രയാങ്കിൾസ്. നിങ്ങളുടെ ട്രയാങ്കിൾസ് ആണ്. അപ്പൊ ഞാനൊരു സ്റ്റെപ്പ് എഴുതാം, അത് ശരിയാണോ നിങ്ങൾ പറയണം. ഞാനിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തോട്ട് എഴുതുകയാണ്. ആംഗിൾ ABC ആരാണ്? ഈ ആംഗിൾ ഉണ്ടോ? ഇതും ആംഗിൾ BDEയും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ 2 ആംഗിളുകൾ ഈക്വലാണ്. കാരണം നിങ്ങൾ പറയും, ഈ 2 ട്രയാങ്കിളുകൾ ഈക്വൽ അല്ലേ? ഈ 2 ട്രയാങ്കിളുകളിലെ ഈക്വലായ 2 സൈഡുകളല്ലേ ACയും BEയും?
അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളായ ഈ ആംഗിൾ എ ബി സി, എന്തുകൊണ്ട് നമ്മൾ അതിനെ ബി എന്ന് വിളിച്ചില്ല, പകരം 3 അക്ഷരം വെച്ച് പേര് കൊടുത്തു? ഈ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്ര ആംഗിൾ ഉണ്ട്? അല്ല, ശ്രദ്ധിച്ചു നോക്കണം, 3 ആംഗിൾ ഉണ്ട്. വേണ്ടേ? ഒന്നാമത്തെ ആംഗിള്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് തെറ്റല്ലേ? അതുകൊണ്ടാണ് നമ്മൾ എത്ര അക്ഷരം വെച്ച് പേര് പറഞ്ഞത്? 3 അക്ഷരം. അപ്പൊ ആംഗിൾ എ ബി സിയും ആംഗിൾ ബി ഡി ഇയും എങ്ങനെയാണ്? ബി ഡി ഇവിടെ വേണമെങ്കിൽ ഡി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവിടെ ഡിയിൽ ഒറ്റ ആംഗിളേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ആംഗിൾ ഡി എന്ന് പേര് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇപ്പുറത്ത് 3 അക്ഷരം എടുത്തത് കൊണ്ട് അപ്പുറത്തെ 3 അക്ഷരം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? എഴുതിയാട്ടെ. ആംഗിൾ എ ബി സി ഈക്വൽ പോട്ട് അപ്പൊ അതെഴുതിയതിന്റെ കാരണം മനസ്സിലായല്ലോ? ഹലോ, അതെഴുതിയതിന്റെ കാരണം മനസ്സിലായോ? മനസ്സിലായി. പേനതാത്ത് വെക്കാം. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ബി സി എന്ത് കളറിലുള്ള ലൈനായിരുന്നു? ബി സി എന്ത് കളറിലുള്ള ലൈനായിരുന്നു? റെഡ്. അടുത്തത് ഡി ഇ എന്ത് കളറിലുള്ള ലൈനായിരുന്നു? റെഡ്. ഈ റെഡ് കളറിലുള്ള 2 ലൈനുകളെ എ ഡി എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്തു? ഇന്റർസെക്ട് ചെയ്തു, കൂട്ടിമുട്ടി. അപ്പോൾ ഉണ്ടായ ഒരാംഗിളാണ് എ ബി സി, മറ്റൊരാംഗിളാണ് ബി ഡി ഇ. ഇവര് 2 പേര് എന്താണെന്ന് നമുക്ക് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. എങ്ങനെ കിട്ടി? ഇത് നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡിയയുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യണം. 2 ലൈനുകൾ, അവരെ 3ാമതൊരു ലൈൻ കൊണ്ടുവന്ന് കട്ട് ചെയ്തപ്പോ കിട്ടിയ ഈ 2 ആംഗിളുകൾക്ക് എന്തോ പേര് പറയുമല്ലോ നിങ്ങൾ 7ാം ക്ലാസ്സിൽ. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിളിന് 7ാം ക്ലാസ്സിൽ ഒരു പേര് പറയുന്നു. അല്ല, ഈ വരയുടെ മുകൾ വശത്ത്, ഈ വരയുടെ ലെഫ്റ്റിൽ, ഇവിടെയും ഈ വരയുടെ മുകളിൽ, ഈ വരയുടെ ലെഫ്റ്റിൽ ഈ ആംഗിൾ പറഞ്ഞ പേര് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇത് പറയും കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ ഈ 2 ആംഗിളുകൾ എന്ത് ആംഗിളുകളാണ്? അത് ഈക്വൽ ആണെന്നല്ലേ കിട്ടിയത്? അത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ബി സിയും ഈ ഡി ഇയും വെറുതെ ഉള്ള 2 വരകളല്ല. പോരട്ടെ, അവരെങ്ങനെയുള്ള ലൈനുകളാണ്? പാരലൽ ലൈനുകളാണ്. എങ്ങനെയുള്ള ലൈനാണ്? അവർ 2 പേരും പാരലാണെന്നല്ലേ തെളിയിക്കേണ്ടത്. ഇതൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് വരച്ചിട്ട്, ആ കൊടുത്തേക്കുന്ന ഫിഗർ ഒന്ന് വർക്കിംഗ് കോളത്തിലോട്ട് വരച്ചിട്ട്, വർക്കിംഗ് കോളത്തിലോട്ട് പേന കൊണ്ട് റഫായിട്ട് വരച്ചിടുക. നിങ്ങൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന റഫ് പേപ്പറിലല്ലേ, അതിന്റെ സൈഡിലോട്ട് റഫായിട്ട് വരച്ചിടുക. വർക്കിംഗ് കോളം സൈഡിലോട്ട് വരച്ചിട്ടാ മതി. വരച്ചോ. ഇപ്പൊ പേന കൊണ്ട് റഫായിട്ട് വരച്ചോ. ഇപ്പോൾ പേന കൊണ്ട് റഫായിട്ട് വരച്ചോ. ഞാൻ താഴോട്ട് എഴുതുക.
അല്ല, ഇത് നമ്മുടെ ആൻസർ ഉണ്ട് ഇവിടെ. ഇതിപ്പോ രണ്ടുപേരും ഈക്വൽ ആണെന്ന് എഴുതിയില്ലേ? ഇവ രണ്ടുപേരും ഈക്വൽ ആണെന്ന് എഴുതിയില്ലേ? അതിന്റെ അടുത്ത വരിയിൽ ദാറ്റ് ഈസ് ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ ബി ഡി ഇ ഇല്ലയോ ആർ a pair of corresponding angles formed formed when the blue line when corresponding angles formed എഴുതിയോടെ when the blue line AD intersects 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 the red lines BC and DE BC and DE BC and DE അത്ര ആരെങ്കിലും എഴുതാനുണ്ടോ? BC and DE full stop. Since these angles are equal comma the red lines BC and DE are parallel. അവർ രണ്ടുപേരും എങ്ങനെയുള്ളവരാണ്? പാരലൽ ആണ്. ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം.